ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഒരു വിളവെടുപ്പോടെ കേട്ടോ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. എന്നും ഞാൻ കിളികളെയും പ്രഭാതമൊക്കെയാണല്ലോ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ തലേദിവസം വൈകുന്നേരം കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. തലേദിവസം വൈകുന്നേരം വെയിലറിയപ്പോഴാണ് ഞാനും അമ്മയും കൂടി കുറച്ച് പയർ പറിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുക കേട്ടോ. നല്ലൊരു വിളവ് തന്നെയായിരുന്നു കിട്ടിയത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചെടിയൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ചെടിക്കൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. മുറ്റത്തല്ലായിരുന്നല്ലോ, സൈഡിലാണ് വെച്ചേക്കുന്നത്. മുറ്റത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ചെടികളൊന്നും അവിടെ വളർത്താൻ പറ്റില്ല കേട്ടോ. പിന്നെ നട്ടു വളർത്തുന്ന ചെടികളെ എനിക്ക് അധികം വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റില്ല. പറഞ്ഞില്ലേ, എനിക്ക് സർജറി ആയിട്ട് കിടക്കുന്ന സമയമായിരുന്നു. അന്നേരമായിരുന്നു മഴയത്ത് എന്തെങ്കിലും നട്ടു വളർത്തിയാലല്ലേ ശരിക്കും നമുക്ക് വളർന്നു കിട്ടുള്ളൂ. അന്നേരം ഒന്നും എനിക്ക് കുറ്റിച്ചെടികളൊന്നും വച്ച് പിടിപ്പിക്കാനുള്ള സാവകാശം കിട്ടിയില്ല കേട്ടോ. ഇനി ഈ വർഷം മഴ പെയ്യുമ്പം ഞാൻ മുറ്റം നിറച്ചും ചെടിയൊക്കെ നടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സുഖമായി വന്നു കഴിഞ്ഞപ്പം ഞാൻ ചെറിയ ചെറിയ ബോൾസൺ തൈകളൊക്കെ ആട്ടോ വെച്ച് പിടിപ്പിച്ചത്. അതൊക്കെ അരി പാകി നിർത്താവുന്നതല്ലേ, വെന്തി ബോൾസോ അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷേ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ചെടികളില്ലേ, ചെത്തി, റോസ് അങ്ങനെയുള്ളതൊന്നും ഇതുവരെയും വെച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള വെച്ച് പിടിപ്പിച്ചാലല്ലേ നമുക്ക് ചെടികൾ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കും, പെട്ടെന്ന് പോകും, അങ്ങനത്തെ തരത്തിലുള്ള ചെടികളൊക്കെ കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ തിരക്ക് കൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റു. രാവിലെ ഞാൻ എന്താ ചെയ്യുന്നത്, തുണിയൊക്കെ അലക്കുകയല്ലേ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ തുണിയും ബെഡും കവറും പിന്നെ പില്ലോ കവറുകളും ഷീറ്റുകളും എല്ലാം എടുത്ത് അലക്ക് തുടങ്ങി കേട്ടോ. ചുറ്റോട് ചുറ്റും വിരിച്ചിടാനുണ്ടായിരുന്നു. നല്ലോണം എല്ലാം എടുത്ത് അലക്കി. പില്ലോ കവറുകളും പിന്നെ കുഷിൻ്റെ കവറുകളും എല്ലാം എടുത്തു കേട്ടോ. അപ്പം വെയിലുള്ള ഭാഗം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചുമൊക്കെ ഇട്ട് ഒരു വിധത്തിൽ എല്ലായിടത്തും ഒപ്പിച്ചു അലക്കി. പിന്നെ ഞാൻ കാട് പറിക്കൽ, മുറ്റം തെളിക്കൽ, മരുന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ഈ ചെടികൾക്ക് കാടുള്ള ഭാഗത്ത് അങ്ങനെയൊക്കെ കുറേ ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെയാട്ടോ ഒന്ന് തെളിച്ചെടുത്തത്. അവിടെയൊക്കെ പുല്ല് എനിക്ക് എല്ലായിടത്തും ഒന്നും കൈ കൊണ്ട് പറിക്കാൻ പറ്റൂല. പറിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ പുല്ല് ഞാൻ പറിച്ച് തീർത്തു കേട്ടോ ഒരു വിധത്തിൽ. മുറ്റ സൈഡുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകൾ എപ്പോഴും ഇങ്ങനെ വളരും കേട്ടോ ഭയങ്കരമായിട്ട്. നമ്മൾ പുതിയ മുറ്റമൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ പുല്ല് കുറേ അടിച്ചു വാരി പറിച്ച് ചിലപ്പോൾ അത് തീരുമായിരിക്കും. പക്ഷേ ഇത് പറിക്കുന്നതിനനുസരിച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഞാൻ അന്നേരം നുള്ളുവേ. പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയുന്നത്, എൻ്റെ അച്ഛനൊക്കെ പറയുന്നതൊക്കെ അടിക്കുമ്പോൾ നുള്ളുന്ന പെണ്ണ് വേണമെന്നേ. എന്ന് പറഞ്ഞാൽ അടിച്ചു വരുമ്പോഴൊക്കെ ഞാൻ കുറച്ചീച്ച പുല്ല് നുള്ളി ഇടും. ആ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. അന്നേരം കുറച്ച് നുള്ളിയാലല്ലേ പിന്നെ അടിക്കുമ്പോൾ നുള്ളിയാലല്ലേ ഒരു ഭാഗമാണെങ്കിലും തീരുള്ളൂ. അപ്പം ഞാൻ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ വെറുതെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറിച്ചിടും കേട്ടോ. നമുക്ക് ഒന്നിച്ച് പറിച്ച് ക്ലീനാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ജോലിയുടെയൊക്കെ. ഇടയ്ക്ക് നമ്മൾ മടുത്തും പോവും. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഞുള്ളി കളയും കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയാട്ടോ വെച്ചത്. പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകിയെടുത്തു. അതിന് മുന്നേ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയിട്ട് ചിക്കൻ കൊണ്ടുവരുന്നതിന് മുന്നേ പിന്നെ പയർ തലേദിവസം പറിച്ച് വെച്ച പയർ പിറ്റേ ദിവസം കുറച്ച് പയർ കൂടി പറിച്ചു കിട്ടും രാവിലെയും. അങ്ങനെ തലേദിവസം പറിച്ചത് നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തായിരുന്നേ. പിറ്റേ ദിവസം പറിച്ച പയർ ഞങ്ങൾ കുറച്ച് ഉപ്പേരിയും വെച്ചു. കുറച്ച് ഒരു സൈഡ് ഡിഷായിട്ടും ഉണ്ടാക്കി കേട്ടോ. ഉപ്പേരി പറിക്കാൻ കൂടുതലും ഉപ്പേരി വെക്കാൻ കൂടുതലും നമ്മൾ മണി പൊളിക്കുകയോ ചെയ്തത് കേട്ടോ. പയറിൻ്റെ മണി അടർത്തി എടുക്കുകയാണ്. ചീരക്കൂമ്പുണ്ടായിരുന്നല്ലോ, ചീര നട്ടത് കണ്ടില്ലായിരുന്നോ. അപ്പോൾ ചീരയുടെ കുറച്ച് ഒടിച്ചെടുത്താൽ ചീരയും നല്ലോണം വളർന്നോളൂല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ആ ചീരയുടെ തലയ്ക്ക് കുറച്ചെടുത്തോണ്ട് നമുക്ക് ഈ പയർ മണി പൊളിച്ചതിൻ്റെ കൂടെ ഇടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചീരയും പയറും മണിയും കൂടി തേങ്ങയും ചെറിയുള്ളിയും കാന്താരി മുളകും അരിഞ്ഞിട്ട് തേങ്ങ അങ്ങോട്ട് ചിരണ്ടിയിട്ടിട്ട് കേട്ടോ. കണ്ടില്ലേ, തേങ്ങ ചിരണ്ടിയിട്ട് അതിലേക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി അങ്ങ് വെക്കുക കേട്ടോ ചെയ്ത്. തേങ്ങ ഒതുക്കിയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള ചീരക്കൂമ്പാട്ടോ. കണ്ടില്ലേ, അതിലേക്ക് കാന്താരി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയുള്ളിയെ. അപ്പം ഇനി ഈ ചീര ഇങ്ങനെ പറിച്ച് ചീര കൂമ്പുണ്ടായിട്ടുണ്ട്. പിന്നെ വെണ്ട
വെണ്ടയ്ക്ക തോരൻ വെക്കണം ഇനി അടുത്ത ദിവസം. വെണ്ടയ്ക്ക അമ്മ പറഞ്ഞു മൂത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക മൂത്ത കഴിഞ്ഞാൽ കൊള്ളൂല, വെണ്ടയ്ക്ക നമുക്ക് പറിക്കണമെന്ന്. അപ്പോൾ വെണ്ടയ്ക്കയുടെയും വിളവ് എടുക്കണം നമുക്ക് അല്ലേ. കുറച്ചേ ഉള്ളതിലും നമ്മളിങ്ങനെ ലേശ് എന്നൊന്ന് കറിക്കുള്ളതൊക്കെ ഇങ്ങനെ നടുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ. പിന്നെ മോന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഈ തോരനും മീനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫുഡ്. ചിക്കൻ ഞങ്ങളങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പം അത് കുട്ടികൾ മോളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടി ഞങ്ങൾ ഉപ്പേരി വെച്ചു കേട്ടോ. അവൾക്കിന്ന് കോളേജ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവളും വരും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഞങ്ങളിങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ചു. പിന്നെ ഇഞ്ചി ഉണ്ടില്ലേ, അപ്പം ചിക്കനകത്ത് ഇടാൻ ഇഞ്ചി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇഞ്ചി പറിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇഞ്ചിയുടെയും വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇഞ്ചി നമുക്ക് പറിക്കാനായിട്ടില്ല. ഈ ഇഞ്ചി പറിക്കുമ്പോൾ ഞങ്ങൾ ഈ സ്പേസിലേക്ക് ഞങ്ങൾ കപ്പ നടും കേട്ടോ. അവിടെ അമ്മ പറഞ്ഞു 2-3 മൂട് കപ്പ നമുക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നാൾ പറിച്ചതിൻ്റെ തണ്ടില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് കപ്പ നടണേ. ഇഞ്ചി നട്ട് കൊടുക്കണം. ഇഞ്ചി നടാൻ പക്ഷേ സമയമായിട്ടില്ല കേട്ടോ. ഇനി പയർ നട്ട സ്പേസൊക്കെ ഇല്ലേ, അതിലൊക്കെ നമുക്ക് വേണേൽ കപ്പ നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പീറ്റ് കണ്ടില്ലേ കവർ എടുത്തുകൊണ്ട് വന്ന്. ഇന്ന് പീറ്റു അനുസരണക്കേടാട്ടോ, അഴിച്ചു വിട്ടിട്ട് കെട്ടാൻ വന്നില്ല കേട്ടോ. അതുകൊണ്ട് പീറ്റുവിന് ഇനി തൊടലി മാത്രമേ അഴിച്ചു വിടുകയുള്ളൂ എന്ന് തൊടലുമായിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ. അപ്പം നമ്മുടെ കറിവേപ്പ് കണ്ടില്ലേ, കറിവേപ്പ് അതിൽ നിന്ന് കറിവേപ്പില എടുത്തു, ഇഞ്ചി എടുത്തു. പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നു കേട്ടോ. ചിക്കൻ കഴുകി വെച്ചിട്ട് കുളിച്ചൊക്കെ വന്നു കേട്ടോ. ഇൻഗ്രീഡിയൻസ് പകുതി മുക്കാലും ശരിയാക്കി വെച്ചുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇനി അത് അടുപ്പേ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ചിക്കനൊക്കെ കഴുകുകയും ചെയ്തിരുന്നു കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ കുളിക്കാൻ പോയത്. പിന്നെ വേഗം തന്നെ ചിക്കൻ കറി വെച്ചു കേട്ടോ. ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടുകൊണ്ട് എന്ത് വീഡിയോ ഇടാനാ അല്ലേ. എന്നും എല്ലാവരും ചിക്കൻ കറി വയ്ക്കുന്നു, ഞാനും ചിക്കൻ കറി വയ്ക്കുന്നു, പിന്നെ എന്ത് വീഡിയോ ഇടാനാ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഓടിച്ചു വിട്ടു കേട്ടോ. പിന്നെ നിങ്ങളുടെ വീഡിയോ ഇടാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടല്ലേ. ഞാൻ അങ്ങനെ പുറത്തും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴൊന്നും പോകുന്നുണ്ട്, പല ആവശ്യങ്ങൾക്കും പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പുറത്തിറങ്ങിയൊന്നും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും അധികം എടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ചുറ്റുവട്ടത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുറത്ത് പോകുമ്പോൾ മോൻ്റെ കൂടെ ബൈക്കിനൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുക. അപ്പോൾ പിന്നെ എനിക്ക് പറ്റുന്ന പോലെ എവിടെയെങ്കിലും പോകുമോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് ജോയിൻ്റ് ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സവോളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കിട്ടു. അപ്പോൾ ഓറഞ്ച് ഞാൻ തൊലി പൊളിച്ചത് അതിലിടാനല്ല കേട്ടോ. അപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് 2 ഓറഞ്ച് കൊണ്ടുവന്ന് കേട്ടോ. അത് ഞാൻ കഴിക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പച്ചവെള്ളത്തിൻ്റെ ചുവ ഒത്തിരി ആയി കഴിഞ്ഞാൽ കൊള്ളൂല. അപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജഗ്ഗിൽ ഞങ്ങൾ എടുത്ത് വയ്ക്കും. കറിക്കൊക്കെ പിന്നെ ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലായിടം ക്ലീൻ ആക്കി കേട്ടോ. ഫസ്റ്റിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ കുളിക്കാൻ പോയത്. അധികം ഒന്നും ക്ലീൻ ആക്കാനില്ല, എല്ലായിടം ക്ലീനഡായിട്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എല്ലായിടം ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. ഇപ്പോൾ ചിക്കൻ കറിയായി, ഉപ്പേരിയായി, പിന്നെ സൈഡ് ഡിഷൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മടുത്തായിരുന്നു കേട്ടോ. ജോലിയില്ലായിരുന്നു, തുണികളൊക്കെ വിരിച്ചിടലൊക്കെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായ എടുത്തു കേട്ടോ. രാവിലത്തെ ചായയുടെ ബാക്കി കുറച്ച് പാലുണ്ടായിരുന്നു, അതും ബാക്കി ഞങ്ങൾ നല്ല ടയേർഡായതുകൊണ്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച്. ഇനിയും വൈകുന്നേരം മോള് വരാനാവും. അപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ. ലേശ് ചെയ്ത് വെച്ചാലല്ലേ ക്രിസ്മസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെക്കറേഷൻ നടത്തി തീർക്കത്തുള്ളൂ. പിന്നെ മോള് വരുമ്പോൾ അവൾക്ക് കാണാനും കുറച്ച് എന്തെങ്കിലും വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പുറത്ത് നമുക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാമെന്ന് കേട്ടോ.
പിന്നെ കണ്ടില്ല കൂട്ടുകാരെ, ഞാൻ എന്താ ചെയ്തതെന്ന്. സന്ധ്യയായപ്പോൾ ഞാൻ അപ്പുറത്തെ ചേട്ടൻ നമ്മുടെ ചേട്ടന് ക്രിസ്മസ് ആയിട്ട് വീടൊക്കെ കാടൊക്കെ വിട്ടുപോയിട്ട് സൈഡിലെ. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലും കുറച്ച് കാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വെട്ടിയതിൻ്റെ ബാക്കിയായിട്ട് ബാലൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു ആ ഭാഗം കൂടി നമുക്ക് കൂടി തെളിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഭാഗമാട്ടോ, അവിടെ റബ്ബർ തോട്ടം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് കാട് പെരുകിയേക്കും. അപ്പോൾ നേരെ സന്ധ്യ ആകാനുമായി. അപ്പം ഞാനത് വെട്ടിയപ്പോഴത്തേക്കും പിന്നെ മോൻ പറഞ്ഞു അമ്മ അവിടെ വെട്ടണ്ട, അവിടുന്ന് താഴെ ചാടും, ഇറങ്ങാൻ പറഞ്ഞു വഴക്കുണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇറങ്ങി വരുവാട്ടോ ചെയ്തത്. അപ്പോൾ അമ്മ താഴെ നിന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി എനിക്ക് താഴെ ഇറങ്ങി വന്നിട്ട് കുറച്ച് പരിപാടികളൂടെയുണ്ട്. ഞാൻ അപ്പുറ ഭാഗത്തേക്ക് പോയില്ല, ആ കാട് പിന്നെ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അമ്മ പിടിച്ചോണ്ടാട്ടോ ഇത്തിരി ഇങ്ങനെ വീഡിയോ ഒന്നും ശരിക്കും തെളിഞ്ഞിട്ടില്ല എങ്കിലും പിന്നെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.